പണിക്കൂലിയിൽ വൻ ഇളവുകളും സമ്മാന പദ്ധതികളുമായി വിപുലീകരിച്ച വണ്ടൂർ അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടന കർമ്മം അലിസൺ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ CK മുജീബിന്റെ മാതാവ് ആയിഷ നിർവഹിച്ചു. ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളുടെ അപൂർവ ശേഖരത്തിന് പുറമെ ഡയമണ്ട് ആഭരണങ്ങൾക്കും 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും വെള്ളിയാഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകളും വിപുലീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ മണലിമ്മൽ ബസ് സ്റ്റാൻഡിലെ AM ആർക്കേഡിലാണ് കൂടുതൽ പുതുമയാർന്ന കളക്ഷനുകളോടെ നവീകരിച്ച അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീലോഞ്ച് ചെയ്തിട്ടുള്ളത്. 100% 916 HUID ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, വൈവിധ്യമാർന്ന കിഡ്സ് കളക്ഷൻ, വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൌണ്ട്, അഡ്വാൻസ്ഡ് ബുക്കിംഗ് സൌകര്യം തുടങ്ങിയവയെല്ലാം അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം അലിസൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡയമണ്ട് സെഷൻ ഉദ്ഘാടനം CK ജസീല നിർവഹിച്ചു. പണിക്കൂലിയില്ലാതെ വിവാഹ പാർട്ടികൾക്ക് സ്വർണം സ്വന്തമാക്കാൻ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സംവിധാനം, മാസം തോറും 500, 1000 രൂപ വീതം തവണകളായി 12 മാസം അടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്രത്യേക സ്കീം, പഴയ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂമിൽ 5 മാസം നിക്ഷേപിച്ചാൽ അതേ തൂക്കത്തിലുള്ള 916 ഗുണനിലവാരത്തോടെയുള്ള പുതിയ സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സ്കീം എന്നിവ അലിസൺ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ 7 ദിവസം സൌജന്യ കാതുകുത്ത്, ആദ്യ 3 ദിവസം 2.75% മാത്രം പണിക്കൂലി, ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി സംഗീത വിരുന്നും വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ശിങ്കാരിമേളവും അരങ്ങേറി. ശിങ്കാരിമേളത്തിൽ പങ്കെടുത്ത ആശ്രയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. ചടങ്ങിൽ വണ്ടൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം അലി അക്ബർ വഹബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി ആദ്യ വിൽപ്പന നിർവഹിച്ചു. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ CK മുജീബ്, CKS നാണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് N അബ്ദുൽ ഗഫൂർ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര സംഘടനാ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.